ശ്രീമദ് ഭാഗവതം ക്ലാസ് 197. ഇന്ന് നമ്മൾ നോക്കുന്ന സ്കന്ധം 9 19ാമത്തെ അധ്യായമാണ്. ഇത് യയതിയുടെ വിഷയവിരക്തിയെ പറ്റിയാണ്. അപ്പം അതേ ഭൗതിക സുഖത്തിൻ്റെ പിന്നാലെ പോകുന്നതായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ഇത് ഏത് കാലഘട്ടത്തിലാണ്? രാജവംശത്തിൻ്റെ കൊളോണിയലിസത്തിൻ്റെ കാലഘട്ടത്തിലുള്ള പ്രത്യേകതയാണ്. ഇനി നമ്മൾ രാമൻ്റെ കഥയിലേക്കൊക്കെയല്ലാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് കൃഷ്ണൻ്റെ കാലഘട്ടമാണ്, ഇന്നത്തെ കാലഘട്ടമാണ്. അപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പിൽ ഉള്ള കൊളോണിയലിസത്തിൻ്റെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ് ജാതി വ്യവസ്ഥ. ഭരണാധികാരികൾ തലപ്പത്ത് മുഴുവൻ ജാതി വ്യവസ്ഥയും ചിന്തയുമല്ലായിട്ട് നടക്കുന്ന ഒരു വിഭാഗത്തെയാണ് നമ്മളിവിടെ കാണുന്നത്. ആ കാലഘട്ടത്തെപ്പറ്റി വിവരിക്കുകയാണ്. അതിന് ശരിയോ തെറ്റോ അല്ല ചിന്തിക്കുന്നത്. കാലം അങ്ങനെയാണ് പോവുക. ആ കാലഘട്ടത്തിൽ ജാതി വ്യവസ്ഥ തലക്ക് ജാതിയും പിടിച്ച് നടക്കും. അതിൽ നിന്നാണ് നമ്മൾ ഇനി കൃഷ്ണകഥയിലേക്ക് കടക്കുന്നത്. അപ്പം ജാതി വ്യവസ്ഥ, രാജാക്കന്മാരുടെ ഭരണമാണ്. അവർ കണ്ടെടുത്തെല്ലാം പെണ്ണ് കെട്ടും. അതുകൊണ്ടുള്ള ദൂഷ്യഫലങ്ങളെല്ലാം തന്നെയാണ് ഇവിടെ. അതെല്ലാം രാഷ്ട്രത്തെ ബാധിക്കുകയാണ്. അങ്ങനെ ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. ഇനി നമുക്ക് ഒന്നില് ശ്രീഹരി എന്താണ് പറയുന്നത് നോക്കാം. ശ്രീലമ്പടനായ യയാതി രാജാവ്. അപ്പം ആ കാലഘട്ടത്തെ രാജാക്കന്മാരിൽ അധിക പേരും ശ്രീലമ്പടന്മാരായിരുന്നു. കാമഭോഗങ്ങൾ അനുഭവിച്ച് അവർക്ക് സുഖത്തിന് വേണ്ടിയിട്ട് എല്ലാം മുൻതൂക്കം. ഒടുവിൽ അവസാനം ഇദ്ദേഹത്തിന് എന്തുണ്ടാകുന്നു? തൻ്റെ അപകർഷത്തെ പറ്റി ചിന്തിച്ച് വിരക്തനായി ഭവിച്ചു. അങ്ങേരെ സുഖമെല്ലാം അനുഭവിക്കണമെന്ന് പറഞ്ഞു. അനുഭവിച്ച് ഒരിക്കലും അദ്ദേഹത്തിന് കഴിഞ്ഞ പദത്തിൽ പറഞ്ഞു അദ്ദേഹത്തിന് തൃപ്തി വരുന്നില്ല. എന്തനുഭവിച്ചിട്ടും അദ്ദേഹത്തിന് തൃപ്തി കിട്ടുന്നില്ല. അപ്പോഴാണ് ഒടുവിൽ അദ്ദേഹത്തിന് എന്ത് മനസ്സിലായത്? ഇതെല്ലാം അർത്ഥമില്ലാത്തതാണ്, ഇതൊരിക്കലും നേടാൻ പോകുന്നില്ല. അതുകൊണ്ട് വിരക്തനായി ഭവിച്ചു. അപ്പോൾ വിരക്തി ഉണ്ടാകുമ്പോഴാണ് സന്യാസത്തിലേക്ക് പോകേണ്ടത്. അല്ലാതെ ആഗ്രഹം വെച്ചിട്ട് ഈ ബന്ധങ്ങളെ മുഴുവൻ, അവിടെയും അവസാനത്തുമ്പോൾ അത് തന്നെയാണ് പറയുന്നത്, ബന്ധങ്ങളെ മുഴുവൻ എടുത്ത് കളയണമെന്ന്. അപ്പം ആത്മീയത പറയുന്നവരാദ്യം ബന്ധങ്ങളെ എടുത്ത് മുറിച്ച് കളയുക, ലോകമായിട്ടുള്ള ബന്ധം മുറിച്ച് കളയുക, എല്ലാത്തവർക്കുള്ളതല്ല ആത്മീയത. എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട ഒരു കഥ പ്രിയ പത്നിയെ പാടി കേൾപ്പിക്കുന്നു. അദ്ദേഹം തന്നെ ഒരു കഥയുണ്ടാക്കിയിട്ട് പ്രിയ പത്നിയെ പാടി കേൾപ്പിക്കുന്നു. എന്തിനാണ് പ്രിയ പത്നിയെ പാടി കേൾപ്പിക്കുന്നത്? വേദങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, സന്യാസത്തിന് പോകുന്നവർ വീട്ടുകാരുടെ സമ്മതം വാങ്ങിയിട്ട് വേണം സ്ഥലം വിടാൻ. കാരണം അവർക്കൊരു ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു. ആ കടമയും കൂടി നിർവഹിക്കണം. വീടുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കണം. വീട്ടുകാരുടെ സമ്മതം വാങ്ങണം. അതിനാണ് ഇവിടെ ഒരു കഥ പറയാൻ പോകുന്നത്. എന്താണ് കഥ പറയുന്നത് നോക്കൂ. ഭൃഗുവംശ നന്ദിനി 2 പറയുകയാണ്. ഭൃഗുവംശത്തിൽ ജനിച്ച നന്ദിനി ഭൂമിയിൽ ഗ്രാമത്തിൽ വസിക്കുന്നവരുടെ ജീവചരിത്രത്തെപ്പറ്റി വനത്തിൽ വസിക്കുന്ന വിവേകികൾ അനുശോചിക്കാറുണ്ട്. ഭൂമിയിൽ ഇവിടെ ജീവിക്കുന്നവര് ബന്ധനത്തിൽ അകപ്പെട്ടുകൊണ്ട് ജീവിക്കുകയാണ്. അവരുടെ ജീവിതം പരിതാപകരമാണ് എന്ന് വനത്തിൽ താമസിക്കുന്നവർ പറയലുണ്ട്. വനത്തിൽ താമസിക്കുക എന്ന് പറഞ്ഞാല് ബ്രഹ്മചര്യം, വാനപ്രസ്ഥം, ഗൃഹസ്ഥാശ്രമം, പിന്നെ വിട്ട് കാട്ടു പോയിക്കൊള്ളുക. അപ്പം അങ്ങനെ വിട്ടു പോയവര് ആ സത്യം മനസ്സിലാക്കിയിട്ട് പറയലുണ്ട്, വനത്തിൽ വസിക്കുന്നവർ അനുശോചിക്കാറുണ്ട്. അവർക്ക് അനുശോചിക്കാനേ പറ്റും, ഉപദേശിക്കാനൊന്നും പറ്റില്ല. ആ ഭൂമിയിലെ ഗ്രാമങ്ങളിൽ പട്ടണങ്ങളിലെല്ലാം താമസിക്കുന്നവരുടെ ജീവിതം കട്ട പോകാം. അവരുടെ കട്ടം തന്നെ എന്താ ഇവർ കാട്ടിക്കൂട്ടുന്നത്? അങ്ങനെയുള്ള എന്നെപ്പോലെയുള്ള യുവജനങ്ങളെ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥ കേട്ടുകൊള്ളുക.
അങ്ങനെ നഗരത്തിലെ അല്ലെങ്കിൽ പട്ടണത്തിൽ, ഇവിടെ ഗ്രാമം എന്നാണ് പറഞ്ഞാൽ എവിടെയും പെട്ട് കിടക്കുന്ന മനുഷ്യരുടെ ഒരു കഥ അദ്ദേഹം ഇവിടെ പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ. ഇനി 4 പറയുകയാണ്, അടിമപ്പെട്ട ഒരു കൊറ്റനാട്. കാരണം ഒരു ആടിൻ്റെ കഥ വെച്ച് പറയുകയാണ്. അതുകൊണ്ട് അന്നൊരു നമ്മളെന്താ ചിന്തിക്കുകയെന്ന് വെച്ചാൽ, കഥയിൽ കാണുമ്പോൾ ഒരു കൊറ്റനാടുണ്ടായിരുന്നു അന്ന് എന്നങ്ങ് ചിന്തിക്കും. ഇത് കഥയാണ്. കാമത്തിനടിമപ്പെട്ട ഒരു കൊറ്റനാട് പെൺകൊറ്റനാടിൻ്റെ ഉദ്ധാരണത്തിനുള്ള ഉപായമായി 3 ഒറ്റക്ക് നടന്ന ഒരു കൊറ്റനാട് കാട്ടിൽ തൻ്റെ 3 പറയാൻ വിട്ടുപോയി. അപ്പോൾ കഥ ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ഒറ്റക്ക് നടന്ന ഒരു കൊറ്റനാട് ഇങ്ങനെ ഒറ്റക്ക് നടക്കുകയായിരുന്നു. തൻ്റെ ഇഷ്ടപ്പെട്ട സാധനത്തെ അന്വേഷിച്ച് നേടുവാനായി നടക്കവേ, എന്തോ ആഗ്രഹിച്ചിട്ട്, കൊറ്റനാടിന് എന്തോ വേണം, അതിനാഗ്രഹിച്ചിങ്ങനെ നടക്കവേ കിണറ്റിൽ വീണ് കിടക്കുന്ന തൻ്റെ പ്രാരബ്ധ കർമ്മത്തിൻ്റെ അധീനതയിൽപ്പെട്ടതുമായ ഒരു പെണ്ണാടിനെ കണ്ടു. അതങ്ങനെ എന്തോ അന്വേഷിച്ച് നടക്കുമ്പോൾ തൻ്റെ പ്രാരബ്ധ കർമ്മം, തനിക്കനി ചെയ്യാൻ കുറേ കാര്യങ്ങൾ ബാക്കി കിടക്കുന്നുണ്ട്. നമ്മളെ സൃഷ്ടിച്ചത് ഓരോ കർമ്മങ്ങൾ ചെയ്യാനാണ്, അതാണ് പ്രാരബ്ധ കർമ്മം. ആ പ്രാരബ്ധ കർമ്മം ഇനി ആരുമായിട്ടാണ് കൊറ്റനാട് നടത്തേണ്ടത്? ഈ വീണിൽ കിടക്കുന്ന, പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന പെണ്ണാടുമായി. അപ്പോൾ അത് അന്വേഷിച്ച് കിടക്കുമ്പോൾ അതിൻ്റെ കണ്ണുപെടുന്നു കിണറ്റിൽ ഒരു ആട്. അതിതിൻ്റെ പ്രാരബ്ധ കർമ്മത്തിൻ്റെ ബാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ്. അവന് എന്നും അവളുമായിട്ട് കുറേ കർമ്മങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം നമ്മളെല്ലാം ഇങ്ങനെ അതിൻ്റെ ലക്ഷ്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ പെണ്ണ് കെട്ടുന്നതുമല്ല. അതിന് വിധിയാണ്, അല്ലാതെ വേറെയൊന്നുമില്ല. ഇവൻ്റെ കഥ തന്നെയാണ് ആടിൻ്റെ പേരും വെച്ച് പറയുന്നത്. എന്തിന്? ഇവളിലും പോകുന്ന ഇതിലൊന്നും അർത്ഥമില്ല എന്ന് പറഞ്ഞാൽ ഓളെ ബോധിപ്പിച്ചിട്ട് വേണം വിട്ടുപോകാൻ. അപ്പോൾ തൻ്റെ പ്രാരംഭ കർമ്മത്തിൻ്റെ അധീനതയിൽപ്പെട്ടതുമായ ഒരു പെണ്ണാടിനെ കണ്ടു. ഇനി 4 അപ്പോൾ എന്ത് തുടങ്ങും? കാമം തുടങ്ങും. പെണ്ണല്ല, കാമത്തിനടിമപ്പെട്ട കൊറ്റനാട് പെണ്ണാടിൻ്റെ ഉദ്ധാരണത്തിനുള്ള ഉപായമായി ചിന്തിച്ചു. ഈ ആടിനെ എങ്ങനെയാണ്, പെണ്ണാടിനെ എങ്ങനെ അതിനെ കിണറ്റിൽ നിന്ന് കരകയറ്റണം എന്ന് കഥയിലാണ്. ഇനിയിപ്പം നമ്മൾ ആടിൻ്റെ എന്തെങ്കിലും പ്രതിമ ഉണ്ടാക്കിയിട്ട് ആരാധിച്ചൊന്നും ചെയ്തേക്കരുത്. ഇതെല്ലാം കഥ ഉദാഹരണങ്ങളാണ്. എന്നിട്ട് ആണാട് എന്ത് ചെയ്തു? അതിൻ്റെ കൊമ്പ് കൊണ്ട് കിണറിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ ചെരിച്ച് മണ്ണ് കുത്തി എടുത്തിട്ട് പെണ്ണാടിന് കയറി വരാനുള്ള വഴി ഉണ്ടാക്കി. പണ്ട് ടി വിയിൽ കണ്ടിരിക്കും, ഒരു ആന കുഴിയിൽ വീണപ്പോൾ മറ്റേ ഫയർഫോഴ്സുകാർ വന്നിട്ട് ഇങ്ങനെ സൈഡിലെ മണ്ണിങ്ങനെ മാറ്റി വഴി ഉണ്ടാക്കി കൊടുക്കുന്ന മാതിരി ഈ കൊറ്റനാട് ഇങ്ങനെ വഴി ഉണ്ടാക്കുന്നത്. ഇതേപോലെയാണ് എല്ലാ കഥകളും. ഇതെല്ലാം കഥകളാണ്. ഇനി ഈ കൊറ്റനാടുണ്ട് എന്നും പറഞ്ഞിട്ട് കൊറ്റനാടിന് ഒരു അമ്പലം ഉണ്ടാക്കാനൊന്നും പോയി കളയരുത്. ഇനി വഴിയൊരുക്കി. 5 പുഷ്ടിയുള്ള നിതംബത്തോടു കൂടിയ അവൾ. ആ വർണ്ണനയാണ്. ഇതാരാ വർണ്ണിക്കുന്നത്? വേദവ്യാസനെ പോലെയുള്ള കവികൾ. നമ്മൾ ധരിക്കുന്നത് എന്താണ്? ഇവന്മാരെല്ലാം ആത്മീയതയിൽ അങ്ങ് കയറിക്കിടക്കുന്നതാണ്. പറയുന്ന വാക്കുകൾ ഇത്തരമെല്ലാം. അവൾ കിണറ്റിൽ നിന്നും കയറി. ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒരു ഒരു കഥാപ്രസംഗക്കാരനുണ്ടല്ലോ, പൂച്ചേനെയും പട്ടീനെയെല്ലാം വെച്ച് കഥ പറയുന്ന, എന്തേനും രാജപ്പന, VD രാജപ്പന, അങ്ങനെ അതേപോലെയാണ് ഇവ പറഞ്ഞു വെക്കുന്നത്. ഇത് കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ അങ്ങേര് ഈ കഥ ഇതേമാതിരി ഉണ്ടാക്കിയത്, കഥാപ്രസംഗം. അപ്പോൾ അവൾ കിണറ്റിൽ നിന്നും കയറി ആ കൊറ്റനാടിനെ തൻ്റെ ഇണയാക്കാൻ ആഗ്രഹിച്ചു പോയി. അപ്പോൾ അതിന് തോന്നി ഈ കൊറ്റനാടിനെ തന്നെ കൊള്ളാം, ഇദ്ദേഹത്തെ തന്നെ തൻ്റെ ഇണയാക്കി. അവൾ
ആ കൊറ്റനാടിനെ വരിച്ചു. തടിച്ചു കൊടുത്ത് നിറയെ ശരീരത്തിൽ രോമങ്ങളെല്ലാം ഉള്ള, മൈഥുന്യത്തിന് നല്ല നിപുണതയുള്ള, ധാരാളം രേതസ്സുള്ള, ഏറ്റവും പ്രേമം കാട്ടുന്ന ആ കൊറ്റനാടിനെ വളരെ പെണ്ണാടുകൾ ആഗ്രഹിച്ചിരുന്നപ്പോൾ ആ കൊറ്റനാടിനെ കണ്ടിട്ട് പല പെണ്ണാടുകളും ആഗ്രഹിച്ചിരുന്നു അദ്ദേഹത്തെ. എന്നിട്ട് 6 ആ ഏകനായ കൊറ്റനാട് കാമമെന്ന ദുർഭൂതത്താൽ ഗ്രസിക്കപ്പെട്ട് അതോടുകൂടി അതിന് കാമം മൂത്ത് ആ കൊറ്റനാടിന് ഒറ്റയായിട്ട് നടന്നതായിരുന്നു. പിന്നെ ബന്ധങ്ങളിലേക്ക് വരികയാണ്. മനുഷ്യൻ്റെ ജീവിതം ഇങ്ങനെയാണെന്ന്. അത് ഒറ്റയായിട്ട് സുഖമായിട്ട് നടന്നവനാണ്. ഈ കാമഭ്രാന്ത് പിടിച്ചപ്പോൾ ദുർബോധത്താൽ ഗ്രസിക്കപ്പെട്ട് ആ പെണ്ണാടുകളിലൊക്കെല്ലാം രതിസുഖത്തെ വളർത്തുന്നവനായി രമിച്ചു. അവൻ പിന്നെ ആ പെണ്ണാടുകൾക്ക് മുഴുവൻ ധാരാളം പെണ്ണാടുകൾ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞല്ല, അവരുടെ എല്ലാം കൂടെ അങ്ങ് രമിക്കാൻ തുടങ്ങി. തന്നെക്കുറിച്ച് ഓർത്തതയില്ല. താനാരെന്ന സത്യം, ആ ബ്രഹ്മരഹസ്യം ചിന്തിച്ചേ ഇല്ല. അത്യധികം പ്രിയപ്പെട്ട 7 അത്യധികം പ്രിയപ്പെട്ട വേറൊരു പെണ്ണാടിൻ്റെ കൂടെ പുളച്ചു നടന്ന ആ കൊറ്റനാടിനെ, അപ്പം വേറൊരു അതിലും നല്ലൊരു കൊറ്റനാടിനെ കണ്ടപ്പോൾ ഈനെല്ലാം കളഞ്ഞിട്ട് അതിൻ്റെ പിന്നാലെ പോയി. ആ പുളച്ചു നടന്ന ആ കൊറ്റനാടിനെ കണ്ടിട്ട് മുമ്പ് കിണറ്റിൽ വീണ പെണ്ണാട് അവൾക്കത് കണ്ടു പൊറുക്കാനായില്ല. ഇനി 8 ദുർകർമ്മവാനും സന്മനസ്ഥനായി അഭിനയിക്കുന്നവനും, അവൻ അഭിനയിക്കുകയാണ് നല്ല മനസ്സുള്ളവനായിട്ട്, യഥാർത്ഥത്തിൽ ദുർമനസ്കനാണ് അവൻ. പക്ഷെ അഭിനയം മുഴുവൻ എന്താണ്? നല്ല മനസ്സുള്ള ആളെപ്പോലെ അഭിനയിക്കുന്നവനും കാമിയും നേരത്തേക്ക് മാത്രം സ്നേഹമുള്ളവനുമായ, ആ സമയത്ത് മാത്രമേ സ്നേഹമുള്ളൂ. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജീവൻ്റെ അവസ്ഥയാണ് കഥ കൊറ്റനാടിൻ്റെയും പെണ്ണാടിൻ്റെയും കഥ വെച്ച് പറയുന്നത്. ഇവൻ്റെ കഥ തന്നെയാണ് പറയുന്നത്. അല്പനേരത്തേക്ക് മാത്രം സ്നേഹമുള്ളവനും ഇന്ദ്രിയ സുഖത്തിൽ മാത്രം തൽപരനും ആയ അവനെ വിട്ട് പെണ്ണാട് ഉടമസ്ഥൻ്റെ അടുത്തേക്ക് പോയി. ശ്രീലമ്പടനായ കൊറ്റനാകട്ടെ അവളെ പ്രീതിപ്പെടുത്താനായി പിന്നാലെ ചെന്നു. ഇട വിട എന്നുള്ള ഒരുമാതിരി കരച്ചിൽ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് വഴിയിൽ വെച്ച് അവളെ ഇണക്കുവാനായില്ല. കൊറ്റനാട് പിന്നാലെ ഓടി. കൊറ്റനാട് ഇടാപിട എന്തെല്ലോ ശബ്ദമാക്കിക്കൊണ്ട്, എന്നിട്ട് അവളെ ഒന്ന് എങ്ങനെയെങ്കിലും പറഞ്ഞ് ശരിയാക്കിപ്പിക്കാൻ നോക്കി. പക്ഷെ അവൾ ശരിയായില്ല. ഈ കഥ തന്നെയാണ്, ഇവൻ്റെ കഥ തന്നെയാണ്, മുമ്പ് പറഞ്ഞതാണ്, ഇവൻ ആവർത്തിക്കുന്നത്. 10 അവിടെ ആ പെണ്ണാടിൻ്റെ ഉടമസ്ഥനായ ഒരു ബ്രാഹ്മണൻ കൊറ്റനാടിൻ്റെ തൂങ്ങിക്കിടക്കുന്ന വൃഷണത്തെ കോപത്താൽ ഛേദിച്ചു. അതായത് ഇവിടെ അച്ഛൻ, അല്ലേ, ഇവിടെ അച്ഛൻ എന്ന് പറയാൻ പറ്റില്ലല്ലോ. കൊറ്റനാടിൻ്റെ ഉടമസ്ഥൻ അവനൊരു ബ്രാഹ്മണനാണ്. അവനെന്ത് ചെയ്ത് ഈ പെണ്ണാടിൻ്റെ അച്ഛൻ കഴിഞ്ഞതിൽ ഇവളെ അച്ഛൻ ശുക്രാചാര്യരാണ്. ഇത് പെണ്ണാടിൻ്റെ അച്ഛൻ വേറെ ആട് എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഉടമസ്ഥൻ എന്ത് ചെയ്തു? ഇവളെ ഈ സങ്കടം കണ്ടിട്ട് അവൻ്റെ കൊറ്റനാടിൻ്റെ തൂങ്ങിക്കിടക്കുന്ന വൃഷണത്തെ അങ്ങ് ഛേദിച്ചു. പിന്നെ ആ ബ്രാഹ്മണൻ സ്വന്തം കാര്യലാഭത്തിന് വേണ്ടി വീണ്ടും ഒട്ടിച്ചു കൊടുത്തു. സ്വന്തം കാര്യലാഭത്തിനും എന്ത്? അത് മുറിച്ചു കഴിഞ്ഞാൽ അങ്ങേരം മോളെ ഭർത്താവിനല്ലേ വൃഷണം ഇല്ലാതായി പോന്ന. അപ്പോൾ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് പിന്നെ എന്ത് ചെയ്തു? ഈ വൃഷണത്തെ വെച്ച് ചേർത്ത് വെച്ചു കൊടുത്തു. 11 കൂട്ടി യോജിപ്പിക്കപ്പെട്ട വൃഷണത്തോടു കൂടിയ ആ കൊറ്റനാട്
കിണറ്റിൽ നിന്നും കിട്ടിയ ആ പെണ്ണാടിനോട് കൂടി അനേക കാലം കാമഭോഗങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിച്ചിട്ടും ഇന്ന് ഈ അവസ്ഥയെത്തിയിട്ടും അവന് തൃപ്തിയായില്ല. അവൻ എത്രയോ വർഷങ്ങൾ അവളുമായിട്ട് അങ്ങനെ ഈ യോജിപ്പിച്ച വൃഷ്ണുവായിട്ട് ജീവിച്ചിട്ടും ഇപ്പോഴും അവനെന്തായില്ല, തൃപ്തിയായില്ല. ഇത് 12 പറയാണ്, സുന്ദരി, അതേവിധം ഞാനും ഭവതിയുടെ പ്രേമത്താൽ നിയന്ത്രിക്കപ്പെട്ടവളാണ്. ആ കൊട്ടനാടിൻ്റെ അവസ്ഥയാണ് എനിക്കും ഉള്ളത്. ഭവതിയുടെ മായാജാലത്താൽ മോഹിക്കപ്പെട്ടവനും ആത്മാവിനെ അറിയാതെ മോഹിക്കപ്പെട്ടവനായി ആത്മാവിനെ അറിയാതെ കഴിയുകയാണ്. 13 ഭൂമിയിൽ നെല്ല്, യവം മുതലായ ധാന്യങ്ങളും പൊന്നും നാൽക്കാലികളും സ്ത്രീകളും എത്രത്തോളം ഉണ്ടായാലും അവയൊന്നും കാമക്കെടുതിക്ക് അധീനനായ മനുഷ്യന് മനസ്തൃപ്തിയെ ഉണ്ടാക്കുകയില്ല. എന്ത് തന്നെ ഈ ലോകത്തിലുണ്ടായാലും അവന് ഈ ലോകത്തിൽ മനസമാധാനം, അവൻ്റെ മനസംതൃപ്തി, കാമസംതൃപ്തി നടക്കുകയില്ല. 14 വിഷയസുഖങ്ങളുടെ നിരന്തരമായ ഉപഭോഗം കൊണ്ട് ഇത്തരം വിഷയസുഖങ്ങളെ നിരന്തരം ഉപയോഗിച്ചുകൊണ്ട് വിഷയേച്ഛ ഒരിക്കലും ശമിക്കില്ല. ഇങ്ങനെ ആഗ്രഹങ്ങൾ, വിഷയസുഖങ്ങൾ ആഗ്രഹം ഉണ്ടാകുന്ന അനുസരിച്ച് പിന്നാലെ പോയാൽ ഇത് ഒരിക്കലും തീരാൻ പോകുന്നില്ല. ഈ തിന്നാനുള്ള ഭക്ഷണത്തിലോട്ടുള്ള ആർത്തിയപ്പം തീരുമോ? തീരും. തൽക്കാലം അത് കഴിക്കുമ്പോൾ തീരും. തീർച്ചയായും കുറച്ച് കഴിയുമ്പോൾ വിശക്കുമ്പോൾ പിന്നെ ആർത്തി വരും. അതുകൊണ്ട് മരിക്കുന്നത് വരെ ഇതുപോലെ തന്നെയാണ് കാമഭോഗങ്ങളും എല്ലാം തന്നെ. അത് മരിക്കുന്നത് വരെ ആഗ്രഹം തീരാൻ പോകുന്നില്ല. കുറച്ച് നേരത്തേക്ക് വരും, പിന്നെ അത് വരും. എത്ര ലളിതമായിട്ടാണ് കാര്യം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് വിഷയിച്ച് ഒരിക്കലും ശമിക്കാൻ പോകുന്നില്ല. അത് ശമിപ്പിക്കാൻ പറഞ്ഞോട്ടൊന്നും ഒരു കാര്യമില്ല, നടക്കാൻ പോകുന്നില്ല. ഹവിസിനാൽ അഗ്നി എന്ന പോലെ മേൽക്കുമേൽ വളരും. ഹവിസ് എണ്ണയൊഴിക്കും തോറും തീ പാളിപ്പാളി വരികയില്ല, അല്ലാതെ അത് കുറയില്ല, കൂടിക്കൂടി പോകും. ഇനി 15 സകല ചരാചരങ്ങൾക്കും രാഗദോഷാദികളായ വിഷഭാവത്തെ എപ്പോൾ ഉള്ളിൽ കരുതാതിരിക്കുന്നുവോ എല്ലാ ചരാചരങ്ങളുടെയും നേരെ രാഗമോ ദ്വേഷമോ ഇല്ലാതെ അവസ്ഥ. ആ വിഷഭാവത്തെ, അത് വിഷഭാവമാണ് രാഗദോഷാദികൾ. മറ്റുള്ളവരുടെ നേരെ, ഏത് ജീവജാലങ്ങളുടെ നേരെയും രാഗദോഷാദികൾ ഉണ്ടാകുന്നത് വിഷഭാവമാണ്. അത് ഉള്ളിൽ നിന്ന് മാറ്റാതിരിക്കുന്നിടത്തോളം കാലം ആ സമദർശനം അപ്പോൾ അത് മാറ്റാതിരിക്കുന്നിടത്തോളം കാലം അതിൽ നിന്നും മുക്തമാകാൻ പറ്റില്ല. എന്നാൽ അത് മാറ്റിയാലോ, എപ്പോൾ സമദർശനം സാധിച്ച് മനുഷ്യൻ എല്ലാ നിലയിലും സുഖസ്വരൂപനായി മാറുന്നു, അപ്പോൾ എല്ലാ അത് ഒഴിവാക്കണം. എല്ലാ ജനങ്ങളോടുള്ള രാഗദോഷങ്ങളാകുന്ന വിഷത്തെ ഒഴിവാക്കിയിട്ട് എല്ലാവരോടും സമഭാവന കാണിക്കണം. വേദം ഈ ഉപനിഷത്ത് ആദ്യം തൊട്ട് അവസാനം തന്നെ പറഞ്ഞുകൊണ്ടുവരികയാണ്. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനികൾ, ആണ്, പെണ്ണ്, അത് ആർത്തവുള്ളതായാലും ആർത്തവില്ലാത്തതായാലും മതി, പട്ടിയായാലും പൂച്ചയായാലും കഴുതയായാലും ഏത് ദേവതകളായാലും അവയെല്ലാം സമമായി കാണാൻ പറ്റുന്ന അവസരത്തിൽ മാത്രമേ ആത്മീയതയിലേക്ക് ഞാൻ ആത്മീയവാദിയാണെന്ന് പറയേണ്ടൂ. അതാണ് വേദം നൽകുന്ന ഉപദേശം. അതിനെതിരായിട്ട് വർഗീയതയും മറ്റും പറയുന്നവരൊന്നും ആത്മീയവാദികളല്ല. അവർക്ക് ഈ വേദങ്ങൾ പറയുന്നതല്ല, ബാക്കി എന്തോ മതങ്ങളെല്ലാം പറയുന്ന ആത്മീയത ഉണ്ടാവും, അത് വേറെ കാര്യം. വേദങ്ങൾ പറയുന്നത് എല്ലാത്തിലും സമദർശനം, എല്ലാം സമമാണ്, എല്ലാം ബ്രഹ്മമാണ്, ആരും മറ്റവനെ കാട്ടിയും വലുതല്ല.
താണുമല്ല. ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ ഭ്രഷ്ടായി പോകുന്നതല്ല അത്. അപ്പോൾ സമദർശനം സാധിച്ച് മനുഷ്യൻ എല്ലാ നിലയിലും സുഖസ്വരൂപനായി മാറും. അപ്പോൾ മാത്രമേ സുഖസ്വരൂപം കിട്ടൂ. അല്ലെങ്കിൽ തലക്ക് ഭ്രാന്ത് പിടിച്ച മാതിരി, വിവേകാനന്ദൻ പറഞ്ഞ മാതിരി ഭ്രാന്ത് പിടിച്ചിട്ട് തമ്മിത്തല്ലി നശിക്കും. ഇനി 16, ദുർസുഖികൾക്ക് പരിത്യജിക്കുവാനാകുന്നില്ലെങ്കിൽ ശരീരം ജീർണിച്ചാലും യാതൊന്നും ജീർണിക്കുന്നില്ലയോ? ദുഷ്ടമനുഷ്യർക്ക് ശരീരം ജീർണിച്ചാലും ശരീരം ക്ഷീണിക്കും. വയസ്സാകുമ്പോൾ ശരീരം ക്ഷീണിച്ചാൽ അവൻ്റെ ആ ഉള്ളിലുള്ള ഈ ആഗ്രഹം ജീർണിക്കുന്നില്ല. ദുഃഖത്തെ, അപ്പോഴത്തെ ഫലം എന്തായിരിക്കും? ദുഃഖത്തെ മേൽക്കുമേൽ വളർത്തുകയും ആ ആശാബന്ധത്തെ അതിലൂടെ ആശാബന്ധത്തിലേക്ക് അകപ്പെടും. അത് ദുഃഖം വളർത്തും, ആശ കൊണ്ട് ബന്ധനങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഏതവർ ഉന്നതി ആഗ്രഹിക്കുന്നുവോ, മനസുഖം ആഗ്രഹിക്കുന്നുവോ, അവർ എന്തു വേണം? ഈ ഒരു കാര്യം ആദ്യം തന്നെ ഉപേക്ഷിക്കണം. അതായത് സുഖത്തിൻ്റെ പിന്നാലെ പോകാതെ, ബന്ധനത്തിൽ അകപ്പെടാതെ സ്വതന്ത്രമായി മാറണം. എല്ലാ ബന്ധങ്ങളിൽ നിന്നും വേർപെട്ട് മനസ്സിനെ ആഗ്രഹങ്ങൾ വ്യക്തമാക്കിയാൽ മാത്രമേ അത് ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറ്റുകയുള്ളൂ? ആത്മീയതയിലേക്ക് തിരിഞ്ഞിട്ട് ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകാൻ പറ്റുകയുള്ളൂ. 17 പറഞ്ഞ് എത്തുന്ന എവിടെയാണ്? മാതാവ്, പുത്രൻ, സഹോദരങ്ങളോടുകൂടി ഇവരോടുകൂടി ഇടകലർന്ന് ഇരുന്നുകൂടാ. അവരെ ബന്ധുക്കളെയെല്ലാം ചുറ്റും വിളിച്ചിരുത്തിട്ട് ഇരുന്നുകൂടാ. അവരിൽ നിന്നെല്ലാം വിട്ടുപോകണം. മാതാവായാലും പുത്രനായാലും സഹോദരനായാലും എല്ലാവരെയും കളഞ്ഞു കെട്ടിക്കൊണ്ട് അവരുടെ ഇടയിൽ ഇടകലർന്നിരുന്നുകൂടാ. ശക്തിയേറിയ ഇന്ദ്രിയ സമൂഹം അറിവുള്ളവനെ കൂടി ആകർഷിക്കും. എത്ര നല്ല ബുദ്ധിയുള്ള അറിവുള്ളവനായാലും അവൻ്റെ ഇന്ദ്രിയങ്ങൾ ബന്ധനത്തിൽ അകപ്പെടുത്തും. അതുകൊണ്ട് ഒരിക്കലും മാതാവിൻ്റെയും പുത്രൻ്റെയും സഹോദരങ്ങളുടെയും ഭാര്യയുടെയും കൂടെ നിന്നുകൂടാ. സ്ഥലം വിട്ടുകൊള്ളണം. ഇന്ദ്രിയങ്ങൾ പ്രേരിപ്പിക്കും. അവർക്കൊന്നും കഷ്ടപ്പാട് വരുമ്പോൾ അയ്യോ മരിക്കുന്നല്ല, പോയി ഒന്ന് ആശുപത്രിയിലെത്തിക്കുക. ഈ അടുത്ത് കൂടിയാൽ പിന്നെ രക്ഷയില്ല. അവർ പ്രശ്നങ്ങളോട് നടന്നിരിക്കുന്നവരാണ്. അവരെ കൂടെ നിൽക്കുമ്പോൾ ആ പ്രശ്നങ്ങൾ കാണുമ്പോൾ നമുക്ക് എന്ത് പറ്റും? നമ്മളെ ഇന്ദ്രിയം പറയാം, അയ്യോ എൻ്റെ ഭാര്യയല്ലേ, എൻ്റെ മകളല്ലേ. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയുള്ള കുടുംബത്തെ ഉപേക്ഷിച്ചിട്ട് പോവുക. എന്തിനായി ഇങ്ങനെ ആത്മീയതയും പറഞ്ഞുകൊണ്ട് ആത്മീയതയിൽ ബ്രഹ്മസാക്ഷാത്കാരത്തിന് താല്പര്യമെടുക്കുന്നവരിങ്ങനെ ചടഞ്ഞുകൂടിയിരിക്കുന്നത്? ആദ്യം ബന്ധനത്തെ പൊട്ടിക്കാൻ നോക്കൂ. എങ്കിൽ മാത്രമേ ആത്മീയതയിലേക്ക് വഴിയുള്ളൂ. വേറെ ഒരു വഴിയുമില്ല. ഇതാണ് ഇവിടെ പറയുന്നത്. 18 വീണ്ടും വീണ്ടും വിഷയസുഖം അനുഭവിക്കുന്ന എനിക്ക് 1000 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ വിഷയസുഖം 1000 വർഷത്തോളം ഞാൻ അനുഭവിച്ചു. എന്നിട്ടും അതാത് കാലത്തിൽ ആശ ജനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ കാലത്തുമ്പോൾ പുതിയ പുതിയ ആശ കയറി വരികയാണ്. എനിക്ക് 1000 വർഷത്തോളം ജീവിച്ച്, എന്നിട്ടും ഇപ്പോഴും ആശ കയറി വരികയാണ്. 19 ആകയാൽ ഞാൻ ഈ തൃഷ്ണ ഉപേക്ഷിച്ച് മനസ്സിനെ പരമാത്മാവിൽ ഉറപ്പിച്ച് ഭേദബോധിയില്ലാതെ, ഇതാണ് എപ്പോഴും വേദം പറയുന്നത്, ആ തൃഷ്ണ ഉപേക്ഷിച്ച് മനസ്സിനെ പരമാത്മാവിൽ ഉറപ്പിച്ച് ഭേദബുദ്ധിയില്ലാതെ, ഭേദങ്ങൾ ബ്രഹ്മമാണ് മായയായിട്ട് പലതായി തീർന്നത്. ആ പലതായി തീർന്നതിൽ നിന്നുള്ള എല്ലാം ഒന്നായി കാണാൻ ശ്രമിക്കണം. ആത്മീയത്തിലേക്ക് തിരിക്കുന്ന ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ്. ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ബ്രാഹ്മണനായാലും ക്ഷത്രിയനായാലും വൈശ്യനായാലും ശൂദ്രനായാലും പട്ടിയായാലും പൂച്ചയായാലും രാമനായാലും കൃഷ്ണനായാലും എല്ലാറ്റിലും ബ്രഹ്മത്തെ ദർശിക്കുന്നു.
ഒന്നായി കാണാൻ പഠിക്കുക. അതാണ് സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന തത്വം. സനാതനധർമ്മത്തിലേക്ക് തിരിയുമ്പോൾ ഭേദബുദ്ധിയില്ലാതെ, ഞാനെന്ന ഭാവമില്ലാതെ, ഞാനില്ല, പിന്നെ ഞാനും ബ്രഹ്മമാണ്, അതും ബ്രഹ്മമാണ്. അത് തന്നെയാണ് അയ്യപ്പൻ പഠിപ്പിക്കുന്നത്. അതും ബ്രഹ്മമാണ്, അവിടെ ഇരിക്കുന്ന വാവറും ബ്രഹ്മമാണ്, എല്ലാം ബ്രഹ്മമാണ്. അവിടെ ഇരിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടല്ലോ, ആരാണ് കാത്തിരിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടല്ലോ, അതും ബ്രഹ്മമാണ്. പിന്നെ ബ്രഹ്മവും തമ്മിൽ എന്ത് ബന്ധം? ആണും പെണ്ണുമായിട്ടല്ല അവൾ അയാളെ കാണുന്നത്. എപ്പോഴെങ്കിലും ഞാൻ ഈശ്വരനല്ല എന്ന നിലയിൽ മാറുന്നുണ്ടെങ്കിൽ അന്ന് നമുക്ക് ഭേദഭാവാകാം. അത് മാറാൻ പോകുന്നില്ല, എത്തിയവന് പിന്നെ തിരിച്ചു വരവില്ല. അപ്പം അയ്യപ്പനും മാളികപ്പുറത്തമ്മയെ ബ്രഹ്മമായിട്ടേ കാണാൻ പറ്റൂ, സ്ത്രീയായിട്ട് കാണാൻ പറ്റില്ല. എല്ലാം ബ്രഹ്മമാണ്. വരുന്നവരെല്ലാം ഒരേ ഇതാണ്. അവിടെ ഇരിക്കുന്ന വാവറും ബ്രഹ്മമാണ്. ഈ ഒരു തത്വം മനസ്സിലാക്കിയത് അതാണ് അവിടെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്നത്. അത് നീയാകുന്നു. ഏത്? ആ മുമ്പ് കിടക്കുന്ന വാവര്. നമ്മൾ ഈ ഹിന്ദു, ക്രിസ്ത്യൻ, നല്ല മുസ്ലിം, പെണ്ണ്, ആർത്തവം എന്നെല്ലാം ചിന്തിച്ചിട്ട് എവിടത്തേക്കാണ് നമ്മൾ പോകുന്നത്? ഈ ബോർഡിൽ എഴുതി വെച്ചിട്ടും അതിൻ്റെ അർത്ഥം ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റുന്നില്ല. അത് ഭേദഭാവം കടയണം. ഞാനെന്ന ഭാവമില്ലാതെ വന്യമൃഗങ്ങളോടൊത്ത് സഞ്ചരിക്കാൻ പോവുകയാണ്. ഞാൻ കാട്ടിൽ മൃഗങ്ങളോടൊപ്പം നടക്കാൻ പോവുകയാണ്. അത് വാനപ്രസ്ഥത്തിന് പോവുകയാണ്. 20 കണ്ടതും കേട്ടതുമെല്ലാം മിഥ്യയാണെന്ന് ഉറപ്പിച്ച് കാണുന്നതും കേൾക്കുന്നതും പിന്നെ എല്ലാം മിഥ്യയാണ്. പിന്നെ അതിൽ എന്തേ ഉള്ളൂ? ബ്രഹ്മമേ ഉള്ളൂ. അവയെ നിനക്കാതെ ഇരിക്കും, അവയെ അനുഭവിക്കുകയുമില്ല. എല്ലാത്തിലും ബ്രഹ്മമേഖലായിട്ടേ കാണുള്ളൂ, പിന്നെ അനുഭവമില്ല. പിന്നെ എങ്ങനെയാണ് മാളികപ്പുറത്ത് അമ്മയെ എങ്ങനെയാണ് അമ്മയായിട്ട് സ്ത്രീയായിട്ട് കാണാൻ പറ്റുക? അയ്യപ്പനെ എല്ലാം ബ്രഹ്മമാണ്, എഴുതി വെച്ചിട്ടുമുണ്ട്. അതാണ് അതിൻ്റെ ആശയം. പെണ്ണായാലും പുരുഷനായാലും പട്ടിയായാലും പൂച്ചയായാലും എല്ലാം ബ്രഹ്മമാണ് ആ ശക്തിക്ക്. അതിൽ സംസാരബന്ധവും ആത്മനാശവും അറിയുന്നവൻ ആത്മദർശിയാണ്. അതിൽ സംസാരബന്ധവും എല്ലായിടത്തും ഒരു ബന്ധനം വരുന്നുണ്ട്. മാളികത്തമ്മ സ്ത്രീയാണെന്ന് ചിന്തിച്ചു പോയാൽ, ഭേദഭാവം ഉണ്ടായാൽ പിന്നെ അവിടെ ആകർഷണം വരും. അവരുടെ സൗന്ദര്യത്തെ നോക്കും. പിന്നെ അയ്യപ്പനാടി ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ സംസാരബന്ധവും ആത്മനാശവും അറിയുന്നവൻ, അതിലൂടെ ബന്ധനത്തിലകപ്പെടും, ആത്മാവ് നശിക്കും എന്ന് മനസ്സിലാക്കുന്നവൻ ആത്മദർശിയാണ്. അപ്പോൾ ആത്മായതിയിലേക്ക് തിരിയുന്നവൻ്റെ ലക്ഷണം ഇതാണ്. എല്ലാത്തിലും ആദ്യം ബ്രഹ്മത്തെ കാണാൻ ശ്രമിക്കുക. ഇനി 21 വിഷയതൃഷ്ണവിഷ്ട യയാതി രാജാവ് പത്നിയോട് ഇപ്രകാരം പറഞ്ഞ് പുരുവിന് അവൻ്റെ യൗവനത്തെ കൊടുത്തു. പുരുവിനോട് പറഞ്ഞു, നീ തന്നെ പിടിച്ചു, എനിക്കിതെല്ലാം മതിയായി. അവനിൽ നിന്ന് തൻ്റെ ജഡയെ ഏറ്റുവാങ്ങി. എന്നിട്ട് 22 തെക്ക് കിഴക്ക് ദേശം ദ്രുഹുവിനും തെക്ക് യദുവിനും പടിഞ്ഞാറ് തുർവസുവിനും വടക്ക് അനുവിനും അവരുടെയല്ല അധിപന്മാരായിട്ട്, അതിൻ്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻ്റായിട്ട് നിയമിച്ചു. 23 മനുഷ്യർക്കിടയിൽ മഹത്വമേറിയ പുരുവിനാണ് എല്ലാവരും ഈ തത്വങ്ങളെല്ലാം അറിയുന്നവന്. ആ പുരുവിന് മുഴുവൻ പ്രദേശത്തിൻ്റെയും അധിപതിയാക്കി അഭിഷേകം ചെയ്യിച്ചു. അവൻ്റെ അധീനതയിൽ ജ്യേഷ്ഠന്മാരെയെല്ലാം പെടുത്തി. എല്ലാത്തിൻ്റെ ഉത്തരവാദിത്ത രാജാവ് അവൻ. ബാക്കിയുള്ളവരെല്ലാം ഓരോ സെക്ഷൻ്റെ, ഓരോ ദേശത്തിൻ്റെ അധിപതികൾ. 24 അനേക വർഷം അനുഭവിച്ച ഇന്ദ്രിയ സുഖത്തെ ചിറകുമുളച്ച പക്ഷിക്കൂട്ടിനെ ഉപേക്ഷിക്കുന്ന പോലെ കൈവിട്ടു. പിന്നെ ഇന്ദ്രിയ സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ച് പക്ഷിക്കൂട് ചിറക് വന്നു കഴിഞ്ഞാൽ മുട്ടത്തോട് കളയും, കൂടിനെ ഉപേക്ഷിക്കും. അങ്ങനെ
യയാതി രാജാവ് ആത്മദർശനത്താൽ, അങ്ങനെ ആത്മീയതയിലേക്ക് തിരിയുന്നവർ ആദ്യം ചെയ്യേണ്ടത് ഭൗതിക വിഷയങ്ങളിൽ നിന്നും പൂർണ്ണമായി വിരക്തനായി. പിന്നെ ഈ ഭൗതിക ലോകത്തിൽ ചുറ്റിക്കറങ്ങരുത്. ഗുണത്രയമായ ഇന്ദ്രിയങ്ങളെ വിട്ടുകളഞ്ഞു, എല്ലാ ഇന്ദ്രിയങ്ങളെയും കളഞ്ഞ് പരബ്രഹ്മത്തിൽ തന്നെ ഗതിയെ പ്രാപിച്ചു. അങ്ങനെ പരബ്രഹ്മത്തിൽ പോയി ലയിച്ചു. ദേവയാനിയാകട്ടെ ഭാര്യയാകട്ടെ ഇതെല്ലാം ഉപദേശിച്ചു കൊടുത്തല്ലോ. ഉപദേശിച്ചിട്ട് പിന്നെ കാര്യവും പറഞ്ഞു കൊടുത്തിട്ട് അങ്ങ് സ്ഥലം വിട്ട് പിന്നെ അവളവളെ പാട്ടിന് ആയിക്കോളൂ. ദേവയാനിയാകട്ടെ ഭർത്താവിനാൽ ചൊല്ലപ്പെട്ട ഗാഥ കേട്ട്, ഭർത്താവ് ചൊല്ലിക്കൊടുത്ത കഥ, സ്ത്രീ പുരുഷന്മാർ തമ്മിലുണ്ടാകുന്ന മനക്ലേശത്തെ നിമിത്തമാക്കി തമാശയായി ഉപമിച്ചുകൊണ്ട് കെട്ടിച്ചമച്ച കഥയെ ആത്മാവിലേക്കുള്ള പ്രോത്സാഹനമായി കണ്ടു. അവളുടെ കഥ തന്നെയാണ് കെട്ടിച്ചമച്ചിട്ട് ആടിൻ്റെ പേരിലെല്ലാം എടുത്ത് തട്ടിവിട്ടിയെന്ന് അവർക്കും മനസ്സിലായി. അതിലൂടെ അവൾ എന്ത് സത്യം മനസ്സിലാക്കി? സ്ത്രീ പുരുഷന്മാരാണെങ്കിൽ അവസാനം മനക്ലേശത്തിലാണ് എത്തിച്ചേരുക. അതുകൊണ്ട് അത് എന്നെ ആത്മീയത പഠിപ്പിക്കാൻ, ആത്മീയതയിലേക്ക് തിരിക്കുവാനുള്ള ഒരു കഥയെന്ന രൂപത്തിൽ, അത് തമാശയായിട്ട് ഒരു കഥരൂപത്തിൽ പറഞ്ഞതാണെന്ന് അവൾ മനസ്സിലാക്കി. അവൾക്ക് ആത്മീയത ഉപദേശിച്ചതാണ്, എല്ലാവർക്കും ഉപദേശിച്ചതാണ്. ആത്മീയതയിലേക്ക് തിരിയുന്നുണ്ടെങ്കിൽ ഇത് ചെയ്തു കൊള്ളുക, വേറെ വഴിയൊന്നുമില്ല. ഈ ചുളു പരിപാടി വല്ല വസ്ത്രവും എടുത്തിട്ടിട്ട് ആത്മീയെന്നും പറഞ്ഞ് ഇല്ലേ ഉടുപ്പ് തന്നെ എടുത്ത് കളഞ്ഞിട്ട് നടന്നു കഴിഞ്ഞാലും ആത്മീയതയാവില്ല. ആത്മീയത കാണുന്നുണ്ടെങ്കിൽ ഒരാളുമായിട്ട് പിന്നെ ബന്ധം പാടില്ല, കൂട്ടുകൂടാൻ പാടില്ല. ഇനി 27, 28 ഈശ്വരന്റെ വശം ചേർന്നുള്ള ഇഷ്ടജനങ്ങളുടെ അന്യോന്യ ബന്ധം, ഈശ്വരനോട് ചേർന്നുള്ള ഇഷ്ടജനങ്ങളുടെ അന്യോന്യ ബന്ധം. അതായത് ഇദ്ദേഹത്തിന് നല്ല ബ്രഹ്മസാക്ഷാത്കാരത്തിൻ്റെ താല്പര്യം വന്നു, അവയോടുകൂടി ആരും ചേർന്നു, ഇവളും ചേർന്നു, കുറച്ച് നേരത്തേക്കെങ്കിലും കഥ കേൾക്കാനെങ്കിലും. ആ ബന്ധം വഴി നടത്തക്കാർക്ക് വഴിയമ്പലം പോലെ, വഴി നടക്കുന്നവർക്ക് ആശ്വാസം കിട്ടുന്ന വഴിയമ്പലം പോലെ അത്തരം ആൾക്കാരോട് കൂട്ടുകൂടുന്നത്. അപ്പം ഇവള് ഈ കഥ കേൾക്കാനെങ്കിലും കുറച്ചു നേരം അത്തരം ഒരു വ്യക്തിയോട് കൂടി, അങ്ങനെയുള്ള ആൾക്കാരോട് നമ്മളും കൂടണം. എങ്കിൽ സർവശക്തനായ ഈശ്വരൻ്റെ മായകൾ അത് മായാൽ കൽപ്പിതമാണ്. ഈശ്വരൻ്റെ ഈ പ്രവർത്തികളെല്ലാം മായാൽ കൽപ്പിതമാണ് എന്നറിഞ്ഞ്, അപ്പം അങ്ങനെ കൂട്ടിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മൾ ഈ കാട്ടിക്കൂട്ടുന്നതെല്ലാം ഈശ്വരൻ്റെ മായയാൽ സംഭവിക്കുന്നതാണ്. അത് സ്വപ്നം കണക്കെയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ആസക്തികളെല്ലാം ഉപേക്ഷിച്ച് അവൾ എന്ത് ചെയ്തു? നമ്മൾ ചെയ്യണമെന്ന് പറയുമ്പോൾ അവൾ ചെയ്യാൻ പോകുന്ന കാര്യം പറയുകയാണ്, നമുക്കുള്ള ഉപദേശം തന്നെയാണ്. കഥരൂപത്തിലാണ് ഇത് എഴുതിയിരിക്കുന്നത്, നമുക്കുള്ള ഉപദേശം തന്നെയാണ്. അവൾ എന്ത് ചെയ്തു? എല്ലാ ആസക്തികളെയും ഉപേക്ഷിച്ച് ആ കൂട്ടുകൊണ്ട് ഒരു സത്യം മനസ്സിലാക്കി, ഇതെല്ലാം ഈശ്വരൻ്റെ മായാവിലാസങ്ങളാണ്, ഇതെല്ലാം സ്വപ്നം കണക്കെ ശാശ്വതമല്ല. അതുകൊണ്ട് അവൾ എല്ലാ ആസക്തികളെയും ഉപേക്ഷിച്ച് തൻ്റെ അജ്ഞാനമാകുന്ന ലിംഗദേഹത്തെ ഉപേക്ഷിച്ച്, തൻ്റെ അജ്ഞാനമാകുന്ന ലിംഗദേഹത്തെ ശ്രീകൃഷ്ണ പരമാത്മാവിൽ മനസ്സുറപ്പിച്ചുകൊണ്ട് ഈ ദേഹത്തെ ഉപേക്ഷിച്ചു. അവളും അവളെ മനസ്സ് ശ്രീകൃഷ്ണനിൽ അർപ്പിച്ചുകൊണ്ട് ഈ ലിംഗദേഹത്തെ അവളും ഉപേക്ഷിച്ചു. 29 സർവൈശ്വര്യനും സർവചരാചരങ്ങളുടെയും അധിഷ്ഠാനവും പ്രശാന്തനും വിരാട് സ്വരൂപനുമായ വാസുദേവന് നമസ്കാരം. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് അധ്യായം തീരുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ആത്മീയതയിലേക്ക് തിരിക്കുന്നവർക്ക് എത്ര പ്രാവശ്യം ഇതെല്ലാം പറഞ്ഞു, എന്നിട്ടും നമുക്ക്
എത്ര പേര് ഇതെല്ലാം കേട്ടിട്ട് ആ ഉൾക്കൊണ്ട് ആത്മീയത ഇതാണെന്ന് മനസ്സിലാക്കുക എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട്. കാരണം നമുക്കൊന്നും ആത്മീയവാദിയാകാൻ പറ്റില്ല. ഉള്ള സമയത്ത് അവനവനെ സൃഷ്ടിച്ചിരിക്കുന്നത് ഓരോ കർമ്മം ചെയ്യാനാണ്, പ്രാരബ്ധ കർമ്മങ്ങൾ എന്ന് പറയും. അല്ലെങ്കിൽ നാളത്തെ പ്ലാൻ തീരുമാനിച്ചിട്ടുണ്ട്, നമുക്കൊരു പ്ലാൻ തന്നിട്ടുണ്ട്, അതാണ് ജീവാത്മാവ്. ലോകത്തിനൊരു പ്ലാനുണ്ട്, അതാണ് പരമാത്മാവ്. അതിൽ ലോക പുരോഗതിക്കായിട്ട് നമ്മൾ ചെയ്യേണ്ട കർമ്മം ആ ശക്തിക്കായിട്ട് ചെയ്തു കൊടുക്കുക. വേറെ ഒന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അത് തീരുമാനിച്ചതാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ ഒരു കാര്യമില്ല. ഒരു ദൈവത്തിൻ്റെ മുമ്പിലും ദേവതകൾ എന്ന് പറയുന്നതൊന്നും ഈശ്വരനല്ല. അത് വെള്ളം ദേവതയാണ്, നമ്മളെ രക്ഷിക്കുന്ന വെള്ളം തന്നെയല്ലേ. ദാഹം വരുമ്പോൾ നമ്മളെ രക്ഷിക്കുന്ന എന്താണ്? വെള്ളമാണ്. ബോധം കെടുമ്പോൾ വെള്ളമാണ് നമ്മളെ രക്ഷിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ദാഹം വരുമ്പോൾ എന്താ വേണ്ടത്? വെള്ളം എടുത്ത് കുടിക്കണം. എല്ലാ ജല 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 ഇങ്ങനെ നാമം ജപിച്ചുകൊണ്ട് വല്ല കാര്യമുണ്ടോ? നാമജപം കൊണ്ട് ഒരു കാര്യമില്ല. ജല 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 എന്നും ഇങ്ങനെ ജയിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മളെ ദാഹം തീരും. ദാഹമൊന്നും തീരാൻ പോകുന്നില്ല. ദാഹം തീരണമെങ്കിൽ ജലം എടുത്ത് കുടിക്കണം. അവന് വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കണം. എല്ലാം വേറെ എന്താ വഴി? അതെല്ലാം ദേവതകളാണ് നമ്മളെ രക്ഷിക്കുന്നത്. ഭക്ഷണമാണ് ദേവത, ജലം ദേവതയാണ്, വായു ദേവതയാണ്. ഇതെല്ലാം ദേവതകളാണ്. പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ട് അതെല്ലാം ദേവതയാണ്. കല്ലും ദേവതയാണ്. പട്ടി വരുമ്പോൾ എടുത്ത് എറിഞ്ഞു കൊടുക്കാം. നമ്മൾ കളയുന്നതെല്ലാം വേസ്റ്റ്, ചെടികൾക്ക് വളമാണ്, ദേവതയാണ്. അപ്പൊ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ദേവത തന്നെയാണ്. അവരെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. അവരെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അവരെ എടുത്തിട്ട് ഉപയോഗിക്കുക. വെള്ളത്തെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ വെള്ളം ശുദ്ധമാണ്, അത് നശിപ്പിക്കരുത് എന്നെല്ലാം ബോർഡ് വെച്ചിട്ട്, ബന്ധത്തെ നശിപ്പിക്കരുത്, അശുദ്ധമാക്കരുത് എന്നെല്ലാം ഗവൺമെൻറ് ചെയ്യുന്നില്ലേ? അത് തന്നെ, അതാണ് ആരാധന, ജലത്തോടുള്ള ആരാധന. അല്ലാതെ ഒരു വെള്ളത്തിൻ്റെ ഒരു പാത്രത്തിൽ വെള്ളവും വെച്ചിട്ട് ജലം 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 എന്ന് വെച്ച് ജപിച്ചുകൊണ്ടിരുന്നുകൊണ്ട് ഒരു കാര്യമില്ല. ദാഹവും തീരുമില്ല, ഒരു ചുക്കും തരാൻ പോകില്ല. ഇതാണ് ആരാധന. പ്രകൃതിയിലുള്ള വസ്തുക്കളെ മുഴുവൻ ദേവതകളാണ്. അതിനെ ആരാധിച്ചാൽ ഒരു കുഴപ്പമില്ല. അതിനെ തന്നെയാണ് ആരാധിക്കേണ്ടത്. നമ്മളെ രക്ഷിക്കുന്ന അവരാണ്. പക്ഷെ ഈശ്വരൻ എന്ന് പറയുന്നതിന് അതിന് രൂപവുമില്ല, പാവവുമില്ല, അതിന് കണ്ണുമില്ല, മൂക്കുമില്ല. അവനോടൊരു പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അതിന് നമ്മളൊരു കാര്യം വേണ്ടതാണ്. അതൊരു തമാശക്ക് ഇങ്ങനെ ഭൂമി ഉണ്ടാക്കുന്നു, പൊളിക്കുന്നു ചെയ്യുന്നതല്ലാതെ. അതുകൊണ്ട് ആത്മീയത എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇതേ ഉള്ളൂ. എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് ഒറ്റക്കങ്ങ് പോയിക്കൊള്ളുക, കാട്ടിലേക്ക്, പിന്നെ വല്ല ഗുഹയിലേക്ക്. ഒറ്റക്ക്, ഒരാളുടെ കൂട്ടും പാടില്ല. അതാണ് ആത്മീയതക്കുള്ള എല്ലാറ്റിലും പ്രധാനം. അതിന് ആദ്യം വേണ്ടത്, ഫസ്റ്റ് സ്റ്റെപ്പ്, കാണുന്നതിനെല്ലാം ബ്രഹ്മമായിട്ട് കാണുക. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, പിന്നെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി, സായിപ്പ്, മറ്റേ തമിഴൻ, ഇതെല്ലാം പട്ടി, പൂച്ച എല്ലാം എന്താണ്? രാമനും കൃഷ്ണനും എല്ലാം എന്ത് തന്നെയാണ്? ബ്രഹ്മം തന്നെ ആണ്. ഇതാണ് ഇതിലൂടെ പറഞ്ഞിരിക്കുന്ന എൻ്റെ ആശയം.